ബിർള മന്ദിറിലേക്കാണ്. ഈ ബിർള മന്ദിറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലതരം സ്ട്രക്ചർ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇതാ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ബിർള മന്ദിറിലേക്കാണ്. പലതരം സ്ട്രക്ചർ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ വീണത് കണ്ടോ, ഭയങ്കര വെയിലാണ് കേട്ടോ. കുറേ ഇതൊക്കെ ഉണ്ട്. അയ്യോ. അപ്പോൾ ഗൈസ് ഇത് മൊത്തം വൈറ്റ് മാർബിളിൽ പണിതേക്കുന്നതാണ്. എന്തൊരു വലുതാണ്. സ്റ്റെപ്പ് പഠിച്ചതിൻ്റെ കാല് വരെ വരുന്നുണ്ട്. അവിടെ വെച്ച് കാണാം, ഫിലിം സിറ്റി വെച്ച്. ബൈ ബൈ. മൊബൈൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് നല്ല ചൂടായിരുന്നു കേട്ടോ. ഞാൻ എന്താ വേർത്തൊഴുകി. ഇപ്പം നമ്മൾ പോണത് ഞങ്ങളുടെ വണ്ടിയിലേക്കാണ് പോകുന്നത്. വേറെ ഏതോ ഒരു ഫിലിം സിറ്റിയിലാണ് പോകുന്നത്. ഫിലിം സിറ്റിയിലേക്ക് കുറേ ഫിലിമൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. വിഷു അറിഞ്ഞൂടെ എനിക്ക്. ഇപ്പം നോക്കണ്ടല്ലോ, ഫിലിം സിറ്റി വെച്ച് കാണാം. ബൈ ബൈ. അത് ഗൈസ് നമ്മൾ ഇവിടെ ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 26 കിലോമീറ്റർ നടക്കേണ്ട 41 മിനിറ്റും. ഇവിടെ വേറെ എന്തോ കമ്പനിയൊക്കെ ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് ഓരോ ഇതാണ്. ഇവിടെ സെറയുണ്ട്, ഞാനുണ്ട്. പക്ഷേ എനിക്ക് ഫിലിം സിറ്റിയിൽ വെച്ച് കാണാം. എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കൂല അറിഞ്ഞത്. ഗൈസ് ടാറ്റാ. ഫിലിം സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇപ്പം വന്നേ ഉള്ളൂ. ടിക്കറ്റ് എടുക്കാണ്ട്. ഇവിടെ മലയാള സിനിമകളൊക്കെ അഭിനയിച്ച് നമ്മളുടെ പ്രിയവരും ഇവിടെ വന്ന് പോയിട്ടുണ്ട് ഉള്ള സ്ഥലമാണ്. ആ സിനിമയുടെ ഓരോ ഇതൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, 190 സിനിമ വരെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് കാണാം കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴുണ്ടല്ലോ, ഇതേ ഇവിടെ ഒരു ലാൻഡ് മൈൻ കണ്ടിട്ടോ. പക്ഷെ ഇത് ലാൻഡ് മൈൻ ഒന്നും അല്ല, എന്തോ ഒരു സാധനമാണ്. എനിക്കത് മനസ്സിലാവുള്ള. ഞാൻ തൊട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. അവരങ്ങോട്ടേക്ക് പോയേക്കണം. പക്ഷെ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രി. ഇവിടെ വന്നപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇതൊക്കെ ഫീൽ ചെയ്യണ പോലെ. നമ്മളിവിടെ വന്ന് ടിക്കറ്റ് എടുക്കാനുള്ളതാണ്. അവിടെ എന്തോ ഒരു സ്റ്റാച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടോ. അവിടെ ഇതിൻ്റെ ഉള്ളിലാണ് എന്തോക്കെ ഉണ്ട്. എന്തോക്കെ ഉണ്ട്, ചെക്കിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണാം കേട്ടോ. നമ്മൾക്ക് ഫൈനലി എൻട്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫൈനലി ഉണ്ടോ. നമ്മളിതാ ഇവിടെ സീറ്റിലിരുന്നിട്ടുണ്ട് കേട്ടോ. റാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലുണ്ടോ നമ്മളിപ്പോൾ. ഉണ്ടോ, കുറേ ബസ്സസ് ഉണ്ട്. വേറെ കുറേ എന്താണൊക്കെ ആഫ്രിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ എവിടെയൊക്കെയാണ് റൈഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, അവിടെ വെച്ച് കാണാം. ബൈ ബൈ. ഗൈസ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഫിലിം സിറ്റിയിൽ. കണ്ടോ, കുറേ റൈഡ്സ് ഉണ്ട്. ഉണ്ടോ, ഇവിടെ ഇവിടെയൊക്കെയാണ് ബാഹുബലി ഫിലിം ചെയ്തത് കേട്ടോ. ഇവിടെ കുറേ ഇംപ്രഷൻ സിറ്റി സ്റ്റുഡിയോ ടൂർ, റാമോജി ഫിലിം സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേലെ.
ഓരോ വണ്ടികളാണ് കേട്ടോ. ആ കയറാൻ പോയപ്പോഴേക്ക് ഫില്ലേ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളതിൽ കയറാൻ പോണേ കേട്ടോ. ഇതാണ് ബാഹുബലിയുടെ മിനിയേച്ചർ കേട്ടോ. നമുക്ക് പോവാം ബാഹുബലി റിയൽ. നമ്മൾ കണ്ടോ ബാഹുബലി ഗേറ്റിന്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. നമ്മളുടെ അകത്തേക്ക് പോകണയാണ്. ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മൊത്തം കണ്ടോ? കണ്ടോ നമ്മൾ നല്ല ഗ്രൂപ്പ്. ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാറ്റല്ലേ, അല്ലാതെ അകത്തുനിന്ന് ഞങ്ങൾ ബാഹുബലി ഇട്ട ഉടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു. അവിടെ ഒരു ചെയറുണ്ട്, അവിടെ ഇരുന്ന് ഒരാൾ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അതും എടുത്തിട്ടു. അതുകൊണ്ട് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. അവിടെ വണ്ടിയുണ്ട്. എനിക്ക് ഞാൻ കയറിയിട്ട് കാണാം. നമ്മളിവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. അവിടെ ബുള്ളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെന്താ ഈ ഒരു പടത്തിൽ സ്ഥലം കണ്ടല്ലോ. നമ്മൾ ബാഹുബലി നടയിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ ചേട്ടയൊക്കെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും വാങ്ങിച്ചു. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി 5 ബസ് കയറണം. അയ്യോ, ഇനി 3 ബസ് കയറണം. 2 ഓൾറെഡി കയറി. അത്ര നമ്മളിവിടെ ഏതൊരു ഗുഹയിലൊക്കെ വന്ന് കിടക്കുക കേട്ടോ. എവിടെ വന്നിരിക്കുമല്ലോ. ഇത് ഏതോ ഒരു സ്ഥലം ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ചില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞത് ഈ ഒരു ബസ്സും കൂടി കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് നോക്കാട്ടോ. അവിടെ വെച്ച് ബസ് മാറിപ്പോയി ഓടി വന്നതാണ്. അയ്യോ, ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിങ്ങും വണ്ടി ഓടിക്കുന്നതൊക്കെയാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ആക്ടിവിറ്റീസിൻ്റെ അവിടെ വെച്ച് കാണാം. ബൈ ബൈ.